സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ ജീവനക്കാരെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തി. ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഉൾപ്പെടെയാണ് പാവങ്ങളുടെ പെൻഷൻ കൈപ്പറ്റുന്നത്. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശയടക്കം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി KN ബാലഗോപാൽ നിർദ്ദേശിച്ചു. തട്ടിപ്പ് നടത്തിയ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരത്തെ സർക്കാർ കോളേജിലും മറ്റേയാൾ പാലക്കാടുള്ള കോളേജിലുമാണ് ജോലി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നത് ആരോഗ്യവകുപ്പിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൽ 373 പേരാണ് പട്ടിണി പാവങ്ങളുടെ ചട്ടിയിൽ കൈയിട്ട് വാരിയത്. 224 പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിലും 127 പേർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിലും 114 പേർ ആയുർവേദ വകുപ്പിലും 74 പേർ മൃഗസംരക്ഷണ വകുപ്പിലും 47 പേർ പൊതുപരാമത്ത് വകുപ്പിലുമാണ് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത്. നാണമില്ലേ ഇവർക്ക് നക്കാപ്പിച്ച കൈയിട്ട് വാരാൻ? 5 അക്കവും 6 അക്കവും തുക ശമ്പളം പറ്റുന്നവരാണിതെന്ന് ഓർക്കണം. എങ്ങനെയൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ അങ്ങനെയെല്ലാം തട്ടിച്ചെടുക്കാനാണ് ഇവരുടെയൊക്കെ ശ്രമം. അതിനുവേണ്ടി ഗവേഷണം നടത്തുകയാണ് പല സർക്കാർ ജീവനക്കാരും. ഇവരുടെ പണത്തോടുള്ള ആർത്തി അതിശയിപ്പിക്കും. ഇവർ മാത്രമല്ല, വിൽപ്പന നികുതിയിൽ 14, പട്ടികജാതി ക്ഷേമം 13, ഗ്രാമവികസനം, പോലീസ്, PSC, ആയുർവേദ, മെഡിക്കൽ എഡ്യൂക്കേഷൻ 10 വീതം, സഹകരണം 8, ലെജിസ്ലേച്ചർ, സെക്രട്ടേറിയറ്റ്, തൊഴിൽ പരിശീലനം, പൊതുഭരണം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 7 വീതം, വനം വന്യജീവി 9, സോയിൽ സർവേ, ഫിഷറീസ് 6 വീതം, തദ്ദേശ ഭരണം, വാഹന ഗതാഗതം, വ്യവസായവും വാണിജ്യവും, ഫയർഫോഴ്സ്, ക്ഷീരവികസനം, പൊതുഭരണം, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് 4 വീതം, സാമൂഹ്യക്ഷേമം, രജിസ്ട്രേഷൻ, മ്യൂസിയം, പ്രിന്റിംഗ്, ഭക്ഷ്യസുരക്ഷ, എക്സൈസ്, ആർക്കിയോളജി 3 വീതം, തൊഴിൽ, ലീഗൽ മെട്രോളജി, മെഡിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി, എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ലോ കോളേജുകൾ 2 വീതം, NCC, ലോട്ടറീസ്, ജയിൽ, തൊഴിൽ, കോടതി, ഹാർബർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഡ്രഗ്സ് കൺട്രോളർ, പിന്നോക്ക വിഭാഗ വികസനം, കയർ വികസനം 1 വീതം. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ വകുപ്പിലുമുള്ള ജീവനക്കാർ പട്ടികയിലുണ്ട്. വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് മുഴുവൻ കൃത്യമായി പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്നാലും ശരി, ഇവരെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം. അത് മാതൃകാപരമായ ശിക്ഷയാണ്. ആ ശിക്ഷ നൽകി അവരെ പിരിച്ചുവിട്ടേ പറ്റൂ. ഇനിയും പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിടാൻ അനുവദിക്കരുത്. ഒരാളെ പോലും